الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد عباد الله أوصيكم ونفسي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار അള്ളാഹുവിൻ്റെ സത്യവിശ്വാസികളായ അടിമകൾ തഖ്വയുള്ളവരായി ജീവിക്കുകയും അതുവഴി ദുനിയാവിലും ആഖിറത്തിലും അള്ളാഹു പൊരുത്തപ്പെടുന്ന ജീവിതം സമ്പാദിക്കുകയും ചെയ്യണമെന്ന് ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും വസിയ്യത്ത് ചെയ്യും. അള്ളാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായ ലക്ഷ്യത്തോടു കൂടിയാണ് മനുഷ്യനെ ഭൂമിയിൽ പാർപ്പിച്ചിരിക്കുന്നത്. മനുഷ്യന്റെ അടിസ്ഥാനം ഭൂവല്ല, ഭൂമിയുടെ സൃഷ്ടിയല്ല മനുഷ്യൻ, ആകാശത്തിന്റെ സൃഷ്ടിയാണ് മനുഷ്യൻ. മനുഷ്യൻ എന്ന സൃഷ്ടിയുടെ ഉൽപ്പത്തി നിർമ്മാണം നടന്നത് ആകാശത്തിലാണ്. ഭൂമിയിൽ പ്രത്യുൽപാദനം മാത്രമേ നടന്നിട്ടുള്ളൂ. ഉൽപ്പത്തിയെ നോക്കിക്കൊണ്ടാണ് നാം അടിസ്ഥാനം പറയുക, ബാക്കിയുള്ളത് അനുബന്ധം മാത്രമാണ്. അതുകൊണ്ട് തന്നെ മനുഷ്യൻ എന്ന സൃഷ്ടിയുടെ തുടക്കം തികച്ചും അഭൗതിക ലോകത്താണ്, ആകാശ ലോകത്താണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യർക്ക് വേണ്ടി ആദ്യം നിർമ്മിച്ചത് അവന്റെ റൂഹുകളെയാണ്, അർവാഹുകളെ. യസ്അലൂനക അനിർ റൂഹ് ഖുലിർ റൂഹു മിൻ അംരി റബ്ബി. മനുഷ്യന്റെ അടിസ്ഥാനം റൂഹാണ്. ശരീരം ആ റൂഹിനെ പാർപ്പിക്കാനുള്ളൊരു പേടകം മാത്രമാണ്. ശരീരം ഈ ദുനിയാവിൽ ഈ റൂഹിനെ പ്രവർത്തിപ്പിക്കാനുള്ളൊരു പേടകം മാത്രമാണ്. ആവശ്യം തീർന്നാൽ റൂഹിനെ അള്ളാഹു പിൻവലിക്കും, ഈ പേടകത്തെ അള്ളാഹു ഒഴിവാക്കും. ഒന്നിക്കിൽ ഖബറിൽ അത് മണ്ണുമായിട്ട് ലയിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും ജീവികൾ അതിനെ തിന്നും. ഖബറിലാണെങ്കിൽ തന്നെയും മാംസപേശികളെല്ലാം പുഴുക്കൾ തിന്ന് തീർക്കും, അസ്ഥിപേശികളെല്ലാം കീടങ്ങൾ അരിച്ചു തീർക്കും. ബാക്കി വല്ലതും ഉണ്ടെങ്കിൽ അതിൽ നിന്നൊരംശം ശേഖരിച്ച് നാളെ ഒരു നിർമ്മാണവും കൂടി നടക്കും. അത്രയേ ഉള്ളൂ.
ശരീരം അടിസ്ഥാനമല്ല, റൂഹാണ് അടിസ്ഥാനം. ഖിയാമത്ത് നാളോടുകൂടി ഒരു പുതിയ പേടകം നിർമ്മിക്കുകയാണ്. എന്നിട്ട് ആ റൂഹിനെ വീണ്ടും ആ പേടകത്തിൽ സന്നിവേശിപ്പിക്കുകയാണ്. ഈ ശരീരമല്ല, ഒരു പുതിയ ശരീരത്തെ നിർമ്മിക്കുകയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. എന്നിട്ട് ഉമ്മാന്റെ ഗർഭാശയത്തിൽ റൂഹിനെ നിക്ഷേപിച്ചതുപോലെ ഖിയാമത്ത് നാളോടുകൂടി അള്ളാഹു പുതുതായി ഉണ്ടാക്കുന്ന ശരീരത്തിൽ ആ റൂഹിനെ വീണ്ടും നിക്ഷേപിക്കുകയാണ്. അതിനെയാണ് മഹ്ശറിൽ ഹാജരാക്കുന്നത്. ഇതാണ് മനുഷ്യന്റെ അകത്തുക. ഭൂമിയുടെ പുറന്തൊലിയുമായിട്ട് മാത്രം ബന്ധപ്പെടുത്തി മനുഷ്യനെ മനസ്സിലാക്കാൻ തയ്യാറാകുന്ന ഒരാൾക്ക് ഇസ്ലാം എന്താന്ന് മനസ്സിലാകുകയില്ല. നമുക്ക് പറ്റിയ കുഴപ്പവും അതാണ്. നാം മനുഷ്യനെ ഭൗതികമാക്കി, ഒപ്പം ദീനുൽ ഇസ്ലാമിനെയും ഭൗതികമാക്കി. ഇത് രണ്ടും തിരിയാതെ പോയി നമുക്ക്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശലോകത്ത് വെച്ച് മനുഷ്യരുമായി നടത്തിയ ഒരു കരാറുണ്ട്. ആ കരാറ് നടപ്പിലാക്കാൻ വേണ്ടി തെരഞ്ഞെടുത്തത് ഭൂമിയെയാണ്. വലിയ ഗൗരവമുള്ള വിഷയമാണ്. നല്ല മനസ്സ് കൊടുത്താൽ, ശ്രദ്ധിച്ച് കേട്ടാൽ മനസ്സിലാവും. അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശലോകത്ത് അർവാഹുകളെ പരിശീലിപ്പിക്കുകയാണ് ഭൂമിയിൽ വന്നാൽ എന്താണ് ചെയ്യേണ്ടത് എന്ന്. ആകാശലോകത്ത് അർവാഹുകളെ പരിശീലിപ്പിക്കുകയാണ് ഭൂമിയിൽ വന്നാൽ എന്താണ് ചെയ്യേണ്ടത് എന്ന്. അതിന് അല്ലാഹു തആല ചെയ്തത് എന്താണെന്നറിയുമോ? ആദമിനെ നിർമ്മിച്ചു ഒരു മനുഷ്യന്റെ തുടക്കക്കാരൻ എന്ന നിലക്ക് ആകാശത്തിൽ വെച്ച്. ആ ശരീരത്തിൽ ആദമിന് വേണ്ടി നിശ്ചയിക്കപ്പെട്ട റൂഹിനെ നിക്ഷേപിച്ചു. ഒന്നാമത്തെ മനുഷ്യൻ നിർമ്മിക്കപ്പെട്ടു ആകാശലോകത്ത്. വല്ലാഹി, മനുഷ്യൻ എന്ന സൃഷ്ടിയുടെ ഉൽപ്പത്തിക്ക് ഭൂമിയുമായി ബന്ധമില്ല. അതുകൊണ്ട് ദിനോസറുകളെയും ചിമ്പാൻസികളെയും അന്വേഷിച്ച് നടക്കേണ്ടതില്ല. അത് കള്ളച്ചരിത്രകാരന്മാരുണ്ടാക്കിയ കപട സയൻസിന്റെ ഭാഗമാണ്. വിട്ടേക്ക്, നമുക്ക് ബന്ധമില്ല. അതുകൊണ്ട് ചിമ്പാൻസി സമൂഹവും ദിനോസർ സമൂഹവുമായിട്ടും അതുപോലെയുള്ള ഇസങ്ങളുമായിട്ടും അന്വേഷിച്ച് നടക്കുന്ന ഒരുതരം മാനസിക വിഭ്രാന്തിയുള്ളവനാണ്. നമ്മെ സംബന്ധിച്ചുള്ള ആ വിഷയമില്ല. നമ്മെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തി തന്ന ഒരു ഉത്കൃഷ്ട സൃഷ്ടിയാണ് അൽ ഇൻസാൻ, മനുഷ്യൻ. ആ മനുഷ്യൻ ആരാണെന്ന് അല്ലാഹു തആല വിശദീകരിച്ചു തന്നിട്ടുണ്ട്. രണ്ട് കാലിൽ നീണ്ടു നിവർന്ന് നടക്കുകയും കൈകൊണ്ട് ഭക്ഷണം വാരി തിന്നുകയും നാവുകൊണ്ട് സംസാരിക്കുകയും തലയോടും അതിൻ്റെ അകത്തിച്ചിരി തലച്ചോറും സൂക്ഷിച്ചൊരു സൃഷ്ടിയുടെ പേരാണ് മനുഷ്യൻ എന്ന് ധരിച്ചു പോകരുത്. ഒരു സൃഷ്ടി മനുഷ്യനാകാനുള്ള യോഗ്യത അതല്ല. സൃഷ്ടികളുടെ കൂട്ടത്തിൽ ഒരു സൃഷ്ടി മനുഷ്യനാകാൻ അള്ളാഹു നിശ്ചയിച്ച യോഗ്യത അവൻ ആദമിന്റെ സന്തതിയായിരിക്കണം എന്നതാണ്. ബനു ആദം. അള്ളാഹു തആല മനുഷ്യനെ പരിചയപ്പെടുത്തി തന്നത് ബനു ആദം എന്ന അഡ്രസ്സിലാണ്. ഖുർആൻ ഭൂമിയിൽ ജീവിക്കാൻ തുടങ്ങിയ മനുഷ്യനെ അല്ലാഹു തആല വിളിക്കുന്നു, യാ ബനി ആദം ലാ യഫ്തിനന്നകുമുശ് ശൈത്താൻ. ഓ ആദമിന്റെ മക്കളെ, അഥവാ മനുഷ്യരെ. ഇപ്പൊ പരിശുദ്ധ ഖുർആന്റെ ഭാഷയിൽ ഒരു സൃഷ്ടി മനുഷ്യനാകണമെങ്കിൽ അത് ആദമിന്റെ സന്തതി തന്നെയായിരിക്കണം. ആദമിൻ്റെതുമായി അഡ്രസ്സില്ലാത്ത ഒന്നിനെയും മനുഷ്യനായി പരിഗണിക്കുന്ന വിഷയമില്ല. അതുകൊണ്ട് തന്നെ മനുഷ്യൻ എന്ന സൃഷ്ടിയുടെ പ്രായം ആദമിന്റെ പ്രായവുമായിട്ട് നമുക്ക് മാത്രമേ ബന്ധിപ്പിക്കാൻ പറ്റുകയുള്ളൂ. ആരെന്തു പറഞ്ഞ നാളെ മഹ്ശറിലെത്തിയാലും അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ വിളിക്കുന്ന ആ അഡ്രസ് വെച്ചുകൊണ്ടാണ്. യാ ബനി ആദം അലം അൽഹദ് ഇലൈക്കും യാ ബനി ആദം അല്ലാ തഅബുദു ശൈത്താൻ. സൂറത്ത് യാസീൻ. നമുക്ക് കൃത്യമായി മനസ്സിലായി പരിശുദ്ധ ഖുർആന്റെ ഭാഷയിൽ അല്ലാഹു തആല മനുഷ്യൻ എന്ന അഡ്രസ് കൊടുത്തിരിക്കുന്നത് ആദമിന്റെ മക്കൾക്ക് മാത്രമാണ് എന്ന് മനസ്സിലായി. അപ്പൊ ആദമീയത്വമായിട്ട് ബന്ധമില്ലാത്തൊരു സൃഷ്ടിയെയും മനുഷ്യന്റെ കണക്കിൽ നാം കൂട്ടേണ്ടതില്ല. അത് ഭൂമിയിൽ പാർക്കുന്ന സൃഷ്ടിയായാലും ശരി, ആകാശത്തിൽ പാർക്കുന്ന സൃഷ്ടിയായാലും ശരി. പരിശുദ്ധ ദീനുൽ ഇസ്ലാം ചർച്ച ചെയ്യുന്ന മനുഷ്യൻ ആദമിന്റെ സന്തതി മാത്രമായിരിക്കണം. അപ്പൊ മനുഷ്യന്റെ പ്രായമളക്കാൻ നമുക്ക് ആദമിന്റെ പ്രായമളന്നാൽ മതി. ഇന്നല്ലാഹ അസ്തഫ ആദം വ നൂഹൻ വ ആല ഇബ്രാഹിം വ ആല ഇമ്രാൻ അലൽ ആലമീൻ. അത്രേ ഉള്ളൂ. മനുഷ്യൻ എന്ന സൃഷ്ടിക്ക് ഭൂലോകത്ത് 4 ഘട്ടങ്ങൾ അല്ലാഹു നിശ്ചയിച്ചിട്ടുണ്ട്. ഒന്ന് മനുഷ്യന്റെ ശൈശവഘട്ടം, അത് ആദമി ഘട്ടമാണ്. 2 മനുഷ്യന്റെ ബാല്യഘട്ടം, അത് നൂഹി ഘട്ടമാണ്. 3 മനുഷ്യന്റെ യൗവനഘട്ടം, അത് ഇബ്രാഹിമി ഘട്ടമാണ്. 4 മനുഷ്യന്റെ വാർദ്ധക്യഘട്ടം, അത് മുഹമ്മദി ഘട്ടമാണ്.
കൃത്യമാണുള്ള കാര്യം. നാം അധിവസിക്കുന്ന കാലഘട്ടത്തിൽ പിറകോട്ട് അന്വേഷിച്ചു പോയാൽ 1400 ചില്ലോം കൊല്ലം പിറകോട്ട് സഞ്ചരിച്ചാൽ മുഹമ്മദ് ഈ ഘട്ടത്തിലെത്തും. വാർദ്ധക്യഘട്ടത്തിന്റെ തുടക്കം അവിടെയാണ്. നാം ഇപ്പോൾ ഉള്ളത് മനുഷ്യന്റെ വാർദ്ധക്യഘട്ടത്തിലാണ്. അതുകൊണ്ട് പുതിയ നുബുവത്തിന്റെ ആവശ്യമില്ല, പുതിയ റിസാലത്തിന്റെ ആവശ്യമില്ല, പുതിയ ശരീഅത്തിന്റെ ആവശ്യമില്ല. സുബ്ഹാനല്ലാഹ്, എത്ര നല്ല പ്രമേയമാണ് അല്ലാഹുവിന്റെ. അഷ്റഫുൽ ഖൽക്കിൽ നിന്ന് പിറകോട്ട് 500 കൊല്ലം പിറകോട്ട് പോയാൽ, അല്ലെങ്കിൽ നമ്മുടെ കാലഘട്ടത്തിൽ നിന്ന് 2000 കൊല്ലം പിറകോട്ട് പോയാൽ ഹദ്റത്ത് ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിലെത്തും. അല്ലേ? ക്രിസ്താബ്ദം 2026 എന്നല്ലേ നമ്മൾ പറയാറ് സാധാരണ, ഊഹമാണെങ്കിലും. കൃത്യം 2026 നിന്ന് പിറകോട്ട് 4000 കൊല്ലം സഞ്ചരിച്ചാൽ ഹദ്റത്ത് മൂസാ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിലെത്തും. BC 2000, AD 2 കൂടി കൂട്ടിയ 4000. 2026 നിന്നൊരു 6000 കൊല്ലം പിറകോട്ട് പോയാൽ ഇബ്രാഹിമി കാലഘട്ടത്തിലെത്തും. ആധുനികന്റെ ഭാഷയിൽ, മോഡേൺ ഹിസ്റ്ററിക്കാരന്റെ ഭാഷയിൽ ബാബിലോണിയൻ സംസ്കാരത്തിലെത്തും. 6000 കൊല്ലം, ഇത്രയേ ഉള്ളൂ. 2026 നിന്ന് 9000 കൊല്ലം പിറകോട്ട് പോയാൽ, അഥവാ BC 7000, നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിലെത്തും. അപ്പൊ അത്രയേ ഉള്ളൂ കാലം. ഒന്നാമത്തെ റസൂൽ വന്നിട്ട് എത്ര കൊല്ലമായി? 9000 കൊല്ലം. ഒന്നാമത്തെ റസൂൽ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അല്ലേ? നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ശേഷമല്ലേ 1,23,996 പ്രവാചകന്മാരും വന്നത്? 9000 കൊല്ലത്തിനുള്ളിൽ. ചരിത്രം പഠിക്കലോ സഹോദരന്മാരെ. 9000 കൊല്ലത്തിനുള്ളിലല്ലേ 1,24,399 പ്രവാചകന്മാർ വന്നത്. ആദം അലൈഹി സ്വലാത്തു വസ്സലാം തൊട്ട് നൂഹ് നബിയുടെ കാലഘട്ടത്തിൽ 4 പ്രവാചകന്മാരല്ലേ വന്നിട്ടുള്ളൂ. എത്ര കൊല്ലം എടുത്തിട്ടുണ്ടാവും? 9000 കൊല്ലം കൊണ്ടാണ് 1,23,000 ചില്ലാൻ പ്രവാചകന്മാർ വന്നതെങ്കിൽ 4 പ്രവാചകന്മാർ വരെ എത്ര കൊല്ലം എടുത്തിട്ടാണ്? അപ്പൊ ഈ ലക്ഷക്കണക്കിന് കൊല്ലം പഴക്കമുണ്ട് ഈ ഭൂമിയിൽ മനുഷ്യൻ എന്ന് പറയുന്ന കള്ളത്തരം ആരുടെ വകയാണ്? മോഡേൺ സയൻസിന്റെ വകയാണ്. നമുക്കൊരു ബന്ധുബോധമായിട്ടില്ല. ദീനുൽ ഇസ്ലാം എന്താണെന്ന് മനസ്സിലായിട്ടില്ലാത്ത ഇസ്ലാം പാർട്ടിക്കാർക്ക് മോഡേൺ സയൻസുമായി ബന്ധപ്പെട്ട് ലക്ഷക്കണക്കിന് കൊല്ലം പഴക്കമുള്ള മനുഷ്യനെ പരിചയപ്പെടുത്തി കൊടുക്കാൻ ധൃതിയാണ്. നമുക്ക് ആ ധൃതിയില്ല. നാം കേവലം 12,000 15,000 കൊല്ലം പഴക്കമുള്ള മനുഷ്യനെയാണ് ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുക്കുന്നത്. അതെ, ഇന്നല്ലാഹ അസ്തഫ ആദം, തീർച്ചയായും അല്ലാഹു ആദമിനെയാണ് തെരഞ്ഞെടുത്തത് തുടക്കത്തിൽ. എങ്കിൽ ആ തുടക്കം മുതൽ കണക്കൂട്ടിയാൽ മതി. രണ്ടാമത് തെരഞ്ഞെടുത്തത് നൂഹിനെയാണ്. നൂഹിന്റെ പ്രായം നമുക്ക് മനസ്സിലായി. മൂന്നാമത് തെരഞ്ഞെടുത്തത് ആല ഇബ്രാഹിം, ഇബ്രാഹിം കുടുംബത്തെയാണ്. 4 മനസ്സിലായി. മൂന്നാമത്തെ മനസ്സിലായി. 4ാമത് തെരഞ്ഞെടുത്തത് ആല ഇമ്രാൻ, ഇമ്രാന്റെ കുടുംബത്തെയാണ് എന്ന് 4ാമത്തെ ഘട്ടവും മനസ്സിലായി. പിന്നെ ഈ മനുഷ്യനെന്ന് പറഞ്ഞിട്ട് ലക്ഷക്കണക്കിന് കൊല്ലം പിറകോട്ട്, അതെ, മുസ്ലിമീങ്ങളെ ജാഹിലുകളാക്കാൻ, മുസ്ലിമീങ്ങളെ ജാഹിലുകളാക്കിയിട്ട് തൗഹീദിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ, അർത്ഥമില്ലാത്ത അന്ധമായ കാലഘട്ടത്തിന്റെ ഉടമയാണ് ഈ മനുഷ്യരെന്ന് തെറ്റിദ്ധരിപ്പിച്ച് പഴയ കാലത്തെ പൗരാണികമെന്നും കാടനെന്നും പറഞ്ഞ് വർത്തമാന കാലഘട്ടത്തെ അതാണ് പുതിയത് എന്ന് പറഞ്ഞിട്ട് ഈ ഉമ്മത്തിനെ വഞ്ചിക്കാൻ ഇസ്ലാമിന്റെ ഉള്ളകത്തുള്ള പാർട്ടി തയ്യാറായി. ബാക്കിയുള്ളവരെ വിട്, എന്നിട്ടല്ലേ ഫാസിസവും കമ്മ്യൂണിസ്റ്റും മറ്റൊക്കെ. ഉള്ളവരെ കാര്യം പറഞ്ഞിട്ടല്ലേ, ഉള്ളിലുള്ളവരെ പറഞ്ഞിട്ടല്ലേ പിന്നെ പുറത്തുള്ളവരെ കാര്യം പറയേണ്ടുള്ളൂ. ഉള്ളിലുള്ളവരെ ഒളിപ്പിച്ച് വെച്ചിട്ട് പുറത്തുള്ളവരെ ശത്രുവായി കാണുന്ന കപടത, അത് ആധുനിക രാഷ്ട്രീയത്തിന്റെ സൃഷ്ടിയാണ്. ഉള്ളിലുള്ള കള്ളന്മാരെയും കപടന്മാരെയുമാണ് സമൂഹത്തിന് പരിചയപ്പെടുത്തി കൊടുക്കേണ്ടത്, പുറത്തുള്ളവരെ അല്ല. അത് രാഷ്ട്രീയക്കാർ ചെയ്തോളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശലോകത്ത് ആദം എന്ന സൃഷ്ടിയെ സൃഷ്ടിച്ച ആദം എന്ന മനുഷ്യന്റെ തുടക്കക്കാരനെ നിർമ്മിക്കുകയും ആദമിന് ആവശ്യമായ പരിജ്ഞാനം നൽകുകയും ചെയ്തു. വഅല്ലമ ആദമൽ അസ്മാഅ കുല്ലഹ, സൂറത്തുൽ ബഖറ. വഅല്ലമ, അല്ലാഹ് പഠിപ്പിച്ചു ആദമിന് അൽ അസ്മാഅ കുല്ലഹ, സകല വസ്തുക്കളുടെയും പേര് വിവരങ്ങളെ. എവിടുന്ന് പഠിപ്പിച്ചത്? കേരളത്തിൽ നിന്ന്, കർണാടകത്തിൽ നിന്ന്, അറബി കോളേജിൽ നിന്ന്, മക്കത്ത് നിന്ന്, മദീനത്ത് നിന്ന്? എവിടുന്ന് പഠിപ്പിച്ചത്? ആകാശത്തിൽ വെച്ച് പഠിപ്പിച്ചത്. ഖുർആൻ, സൂറത്തുൽ ബഖറ. നിഷേധിക്കാൻ നോക്കുമോ? അതെന്താ അതിനെപ്പറ്റി അന്വേഷിക്കാത്തത്? മോഡേൺ സയൻസുകാർ അതിനെപ്പറ്റി എന്താ ചർച്ച ചെയ്യാത്തത്? വഹീന്റെ ഇൽമ കൊണ്ട് മാത്രം മനസ്സിലാകുന്ന വിഷയത്തെ മൂടിവെക്കുകയും സയൻസിന്റെ ഇൽമിലൂടെ മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്നതിന് അതാണ് അറിവ് എന്ന് തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്യുകയാണ് ഈ കപടന്മാര് ചെയ്തത്.
ആ കപടതയിലാണ് ഇന്ന് മുസ്ലിം ഉമ്മത്ത് വളരുന്നത്. സലഫികളായാലും ആ കപടത മാറണമെന്നാണ് നാം പറയുന്നത്. കോടിക്കണക്കിന് വരുന്ന മലക്കുകളുടെ മുമ്പിൽ ആദമിന് പഠിപ്പിച്ചു കൊടുക്കുന്ന വിഷയത്തെ പരീക്ഷണാർത്ഥം അല്ലാഹു അവതരിപ്പിച്ചില്ലേ? അതിനെ പറ്റിയല്ലേ പറഞ്ഞത്? അല്ലാഹു സുബ്ഹാനഹു വ തആല ആദമിന് പഠിപ്പിച്ച വിഷയങ്ങൾ പ്രദർശനത്തിന് വെച്ചു മലക്കുകളുടെ മുമ്പിൽ, അലൽ മലായിക. എന്നിട്ട് മലക്കുകളോട് അല്ലാഹു തആല പറഞ്ഞു, അംബിഊനി ബി അസ്മാഇ ഹൗലാഇ ഇൻ കുൻതും സാദിഖീൻ. നിങ്ങൾക്ക് വിവരമുണ്ടെങ്കിൽ ഈ വസ്തുക്കളെ പറ്റി ഒരു വിശദീകരണം എനിക്ക് താ. ഖുർആൻ ഇത് നോവലല്ല, മുസ്ലിയാക്കന്മാരെ കഥയോ അല്ല, ഫിഖിന്റെ കിതാബിലെ വസലിയോ അല്ല. പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയിലെ ചർച്ച. എവിടെ വെച്ച് നടന്നത്? എവിടെ വെച്ചാണ് മലക്കുകളുടെ യോഗം നടന്നത്? ആ മലക്കുകളുടെ മുമ്പിൽ ആദമു പഠിച്ച വസ്തുക്കളെ പ്രദർശിപ്പിക്കാൻ കൽപ്പിച്ചത് എവിടെ വെച്ചാണ്? ആകാശത്തിലല്ലെങ്കിൽ പിന്നെ എവിടെയാണ്? മോഡേൺ സയൻസുകാരനാണ് മനോഹരേണ്ടത്, പുറത്തുള്ള സയൻസുകാരനല്ല. ജൂതനോ നസാറയോ മുശിരിക്കോ മജൂസിയോ അല്ല, ഉമ്മത്തിന്റെ ഉള്ളകത്തുള്ള കപട സയൻസിന്റെ ആൾക്കാർ. അവരാണ് പറയുന്നത്. ഈ ഉമ്മത്തിന്റെ പുതിയ തലമുറയെ വഞ്ചിക്കുകയാണ് അവർ. എന്തിനെന്നറിയോ? ബുദ്ധിയുടെ അടിമകളാക്കി അവർ വിശ്വസിക്കുന്ന രാഷ്ട്രീയത്തിന്റെ വെറും ചേറുകളാക്കാൻ പുതിയ തലമുറയെ അവർ നശിപ്പിക്കണം. എന്നാലേ അവർക്ക് വരെ കിട്ടുകയുള്ളൂ. 10 വോട്ട് മാത്രമാണ് ലക്ഷ്യം ഇസ്ലാമിന്റെ അഡ്രസ്സിൽ. മലക്കുകൾ മറുപടി പറഞ്ഞു, സുബ്ഹാനക ലാ ഇൽമ ലനാ ഇല്ലാ മാ അല്ലംതനാ ഇന്നക അൻതൽ അലീമുൽ ഹകീം. ഓ അല്ലാഹ്, ഞങ്ങൾക്ക് നീ ഇതൊന്നും പഠിപ്പിച്ചിട്ടില്ലല്ലോ, പിന്നെ എങ്ങനെയാണ് ഞങ്ങൾ ഇത് വിശദീകരിച്ചു തരിക? അപ്പോൾ മലക്കുകൾക്ക് പരിചയമില്ലാത്തൊരറിവാണ് മനുഷ്യർക്ക് അല്ലാഹു നൽകിയത് എന്ന് മനസ്സിലായി. ഈ സമയത്ത് അല്ലാഹു തആല ആദമിനെ വിളിച്ചിട്ട് പറഞ്ഞു, യാ ആദമു അംബിഉഹും ബി അസ്മാഇഹിം. ഓ ആദം, നീ ഇതുവരെയും ആകാശലോകത്ത് വെച്ച് പഠിച്ചുകൊണ്ടിരുന്ന വിഷയങ്ങളില്ലേ, അതൊന്ന് മലക്കുകൾക്ക് വിശദീകരിച്ചു കൊടുക്കിൻ. ഫലമ്മാ അംബഅഹും, മണിമണിയായി ആദം വിശദീകരിച്ചു കൊടുത്തു. ആ സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു മലക്കുകളോട്, അലം അഖുൽ ലക്കും ഇന്നി ഗൈബു ഗൈബസ് സമാവാതി വൽ അർളി വഅലമു മാ തുബ്ദൂന വമാ കുൻതും തക്തുമൂൻ. ഇപ്പൊ മനസ്സിലായോ ഞാൻ പുതുതായി സൃഷ്ടിച്ച സൃഷ്ടി എങ്ങനെയുണ്ട്? നിങ്ങൾക്ക് മനസ്സിലായോ? അത് മനുഷ്യന്റെ തുടക്കക്കാരനെ മലക്കുകൾക്ക് പരിചയപ്പെടുത്തി കൊടുത്തതാണ്. എവിടെ വെച്ച്? ഭൂമിയിലാണ്, ആകാശത്തിൽ വെച്ച്. ഇനി ആകാശമല്ല ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ എങ്ങനെയാണെന്ന് കണ്ടുപിടിച്ചേക്കാൻ സംശയം. ഇവരാരും പറഞ്ഞിട്ടില്ല, പറഞ്ഞുകൂടാന്നുമില്ല. കാരണം ഇസ്ലാം ദഹിക്കാത്ത ഇസ്ലാമിസ്റ്റുകളുണ്ട് നമ്മുടെ നാട്ടിൽ. അവർക്ക് ഇസ്ലാം മാത്രം ദഹിക്കൂല. കമ്മ്യൂണിസം ദഹിക്കും, ഫാസിസം ദഹിക്കും, സെക്യുലറിസം ദഹിക്കും, എല്ലാം ദഹിക്കും. ഇസ്ലാം മാത്രം ദഹിക്കൂല. അങ്ങനത്തെ കുറച്ച് ആൾക്കാരുണ്ട്. ഞാൻ എന്തിനങ്ങനെ പറയുന്നറിയുമോ? പുതിയ തലമുറയെ അവർ വഞ്ചിക്കുകയാണ്. ആ വഞ്ചനയിൽ നിന്ന് പുതിയ തലമുറ രക്ഷപ്പെടണം. ഇസ്ലാം അവർ പറയുന്നിടത്തല്ല, അതിനപ്പുറത്താണ് എന്ന് മനസ്സിലാക്കിയെടുക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സമയത്തല്ലേ മലക്കുകളോട് ആദം എന്ന മനുഷ്യന്റെ ഉൽപ്പത്തിക്കാരന്, തുടക്കക്കാരന് സുജൂദ് ചെയ്യാനുള്ള കൽപ്പനയുണ്ടായത്. ഉസ്ജുദൂ ലി ആദം ഫസജദൂ. ഖുർആൻ. ഇനി വേറെ എന്തെങ്കിലും വ്യാഖ്യാനമുണ്ടോ? അല്ലാഹു അഅലം. ഇസ്ലാം പാർട്ടിക്കാർക്ക് മലക്കുകളോട് അല്ലാഹു തആല പ്രസ്താവിച്ചു, ഉസ്ജുദൂ ലി ആദം, ആദമിനെ നിങ്ങൾ തലകുനിച്ച് ആദരിക്കണം, സുജൂദ് ചെയ്ത് ആദരിക്കണം. ഫസജദു, എല്ലാവരും സുജൂദ്. എവിടെ വെച്ച്? ഇടവണ്ണയിൽ വെച്ചോ? ഉള്ളാളത്ത് വെച്ചോ? ജിമ്മിറിൽ വെച്ചോ? ആകാശത്തിൽ വെച്ച്. ഇനിയും സംശയമുണ്ടോ? ഇനിയും സംശയമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വലിയ ബുദ്ധിമുട്ട്. എനിക്ക് ഈ മാനസിക രോഗാശുപത്രിയിൽ ഞാൻ ഇങ്ങോട്ട് പോയാണ് കിട്ടിയാണ്. ഇപ്പോൾ സംശയരോഗത്തിന് വല്ല ചികിത്സയുള്ള കാലമാണല്ലോ പ്രതീതി. ഈ യുക്തിവാദികളെ, നിരീശ്വരവാദികളെ, ഹദീസ് നിഷേധികളെ ഒക്കെ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്താൽ, പിരാന്താശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തിട്ട് മാനസിക രോഗത്തിൻ്റെ ഗുളിക 2 മാസം കൊടുത്താൽ മതി. അവരെല്ലാം ഹദീസിലേക്ക് തിരിച്ചു വന്നോളൂ. വാദപ്രയോഗം നടത്തിയിട്ടൊന്നും കാര്യമില്ല. മാനസിക രോഗികൾക്ക് മാനസിക വാദപ്രയോഗം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശ ലോകത്തിൽ വിളിച്ചുകൂട്ടിയ മലക്കുകളുടെ ആ സമ്മേളനം പിരിച്ചുവിട്ടു. ആദം അലൈഹിസ്സലാത്തു വസ്സലാമിനെ അല്ലാഹു തആല ഒരു ഇണയെ നിർമ്മിച്ചു. യാ അയ്യുഹന്നാസ് ഇത്തഖൂ റബ്ബക്കുമുല്ലദീ ഖലഖക്കും മിൻ നഫ്സിൻ വാഹിദ വഖലഖ മിൻഹാ സൗജഹാ.
ആദമിൽ നിന്ന് നാം ഇണയെ നിർമ്മിച്ചു. സൂറത്തുൽ നിസാ. ആ ഇണക്ക് ഹവ്വ എന്ന് പേരിട്ടു. എവിടെ വെച്ച്? മംഗലാപുരം മെഡിക്കൽ കോളേജ് വെച്ചാണ്. ആദം ഹവ്വ ദമ്പതിമാർ ആകാശത്തിൻ്റെ സൃഷ്ടികൾ. സുബ്ഹാനല്ലാഹ്, ഉത്കൃഷ്ട സൃഷ്ടികളുടെ തുടക്കക്കാർ, അത്ഭുത സൃഷ്ടികളാകുന്ന മനുഷ്യന്റെ തുടക്കക്കാർ 2 പേർ, ഒരാണും ഒരു പെണ്ണും. ഖലഖ മിൻഹാ, ആ ആദമിന്റെ ശരീരത്തിൽ നിന്ന് അല്ലാഹു നിർമ്മിച്ചു സൗജഹ, ആദമിന്റെ ഇണയെ. ഒരാകാശ ലോകത്ത് ജീവിച്ചു കുറെ കാലം. അല്ലാഹു തആല പറഞ്ഞു അവരോട്, കോടിക്കണക്കിന് വരുന്ന മലക്കുകൾ അധിവസിക്കുന്ന ആകാശ ലോകത്ത് നിങ്ങൾക്കൊരു പ്രൈവസി കിട്ടൂല. നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാർ മനുഷ്യൻ എന്ന സൃഷ്ടിയുടെ ഹുസൂസിയത്തുള്ളവരാണ്. മലക്കുകളിൽ നിന്ന് തികച്ചും ഭിന്നമാണ് നിങ്ങൾ. നിങ്ങളൊരു കാര്യം ചെയ്യും, സ്വർഗത്തിൽ പോയി താമസിച്ചോ. വഖുൽനാ യാ ആദമു ഉസ്കുൻ അൻത വസൗജുകൽ ജന്ന. ഏത് സ്വർഗം? ഏത് സ്വർഗം? ഊട്ടിയില്ല. 2 പേരും സ്വർഗത്തിൽ താമസമാക്കി. അവിടെ വെച്ചാണ് അല്ലാഹു തആല ഭൂമിയിലെത്തിയാൽ നിങ്ങളുടെ ജോലി എന്താണ് എന്ന പരിശീലനം നൽകുന്നത്. സ്വർഗത്തിൽ അവരെ പാർപ്പിച്ചത് തർബിയത്തിന് വേണ്ടിയിട്ടാണ്, പരിശീലനത്തിന് വേണ്ടിയിട്ടാണ്, ആസ്വദിക്കാൻ വേണ്ടിയിട്ടല്ല. ചെയ്ത നന്മക്ക് കൂലിയായിട്ടുമല്ല. നന്മ ചെയ്യാൻ തുടങ്ങിയിട്ടില്ല കൂട്ടരെ. ആദർശവും അനുഷ്ഠാനവും ഭൂമിയിലെത്തിയപ്പോഴാണ് തുടങ്ങുന്നത്. ആകാശ ലോകത്തെന്ത് ആദർശം എന്ന അനുഷ്ഠാനം? ആദം അലൈഹിസ്സലാത്തു വസ്സലാമിനും ഭാര്യ ഹവ്വാക്കും സ്വർഗം നൽകിയത് അവർ ചെയ്ത സൽക്കർമ്മത്തിന്റെ പ്രതിഫലമായിട്ടല്ല, മറിച്ച് ഭൂമിയിലെത്തിയാൽ എന്താണ് ചെയ്യേണ്ടത് എന്ന പരിശീലനമായിട്ടാണ്. എന്താണ് ഭൂമിയിലായിട്ട് എത്തിയാൽ ചെയ്യേണ്ടത്? ഉഅ്ബുദൂ റബ്ബക്കും ഐ വഹിദൂ റബ്ബക്കും യാ അയ്യുഹന്നാസ്, ഓ മനുഷ്യരെ, ഉഅ്ബുദൂ റബ്ബക്കും, നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും നിങ്ങളെ റബ്ബിന് മാത്രമേ ചെയ്യാവൂ. അല്ലദീ ഖലഖക്കും, അവനാണ് നിങ്ങളെ നിർമ്മിച്ചത്. അതാണ് ഭൂമിയിൽ വെച്ച് ചെയ്യാനുള്ളത്. ആ ഇബാദത്തിന്റെ ഒന്നാമത്തെ ഭാഗം എന്താണ്? അള്ളാഹു എന്താണോ കൽപ്പിക്കുന്നത് അത് മാത്രം പ്രവർത്തിക്കുക. അള്ളാഹു എന്താണോ നിരോധിക്കുന്നത് അത് അപ്പാടെ ഒഴിവാക്കുക. ഇതിന്റെ പരിശീലനത്തിനാണ് സ്വർഗത്തിൽ ആദം ഹവ്വ ദമ്പതിമാരെ താമസിപ്പിച്ചത്. അതെ, സ്വർഗത്തിൽ താമസിപ്പിക്കുന്ന സന്ദർഭത്തിൽ 2 ഷർത്തുകളാണ് അല്ലാഹു തആല വെച്ചത്. ഒന്ന് അംറാൻ, മറ്റേത് നെഹിയാണ്. പലപ്പോഴും പറയുന്ന വിഷയമാണ്. പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് തന്നെ കുറെ ആൾക്കാർക്ക് തലി കയറുന്നില്ല. പിന്നെയാണോ ഇടക്കിടക്ക് പറഞ്ഞാൽ, പിന്നെയാണോ തീരെ പറയാതിരുന്നാൽ. ഒന്ന് അംർ. എന്താണ് അംർ? കുലൂ മിൻഹാ റഗദൻ ഹൈസു ശിഅ്തുമാ. ഓ ആദം, ഓ ഹവ്വ, ആവശ്യമുള്ളത് ഈ ഏരിയയിൽ നിന്ന് തിന്നോളെ. ഒരു ഏരിയ കാണിച്ചു കൊടുക്കും അല്ലാഹു തആല. വകുലാ മിൻഹാ, അവിടെ നിന്ന് തിന്നണം. റഗദൻ, വിസ്തരിച്ച് തിന്നണം. ഹൈസു ശിഅ്തുമാ, ഉദ്ദേശിക്കും പോലെ തിന്നണം. കൽപ്പന. ഉടൻ തന്നെ അപ്പുറത്ത് അല്ലാഹു തആല നഹി കൊണ്ടുവന്നു, നിരോധനം. വലാ തഖറബാ ഹാദിഹി ഷജറ, ഈ ഏരിയയിലേക്ക് അടുത്തു പോകരുത്. ആ ഏരിയയിലുള്ള മരത്തിൽ നിന്ന് പഴങ്ങൾ പറിച്ച് തിന്നുപോകരുത്. ഒന്ന് ചെയ്യണം, മറ്റേത് ചെയ്യണ്ട. അൽ അംറു വൻ നഹി, അതാണ് തഖ്വ, അതാണ് തൗഹീദ്. ഇംതിസാലു അവാമിരില്ലാ വഇജ്തിനാബു നവാഹി. എന്താണ് ഇബാദത്ത് എന്ന് പറഞ്ഞാൽ? അല്ലാഹുവിന്റെ കൽപ്പനകളെ സ്വീകരിക്കുക, അല്ലാഹു നിരോധിച്ചതിനെ ഒഴിവാക്കുക. അതാണ് തൗഹീദ്. കൽപ്പന പൂർത്തിയാക്കുന്ന കാര്യത്തിൽ ആദം ഹവ്വ ദമ്പതിമാര് 100 മാർക്കോടെ ജയിച്ചു. നിരോധനം ഒഴിവാക്കുന്ന കാര്യത്തിൽ 0 മാർക്കിൽ പൊട്ടിയില്ലേ? അംറിൽ 100 മാർക്കോടെ ജയിച്ചു, നെഹിയിൽ 0 മാർക്കിൽ പൊട്ടി. അല്ലാഹു തആല സമയത്താണ് പറഞ്ഞത് ഇഹ്ബിതു ഫിൽ അർള്, അടുത്ത ജോലി ഭൂമിയിലാണ്. എത്ര കൃത്യമാണ് കൂട്ട. എന്തിനാണ് ഇത് ഒളിപ്പിച്ചു വെച്ചത് ഈ കാലത്രയും? സയൻസിനൊക്കാത്തതുകൊണ്ടല്ലേ? ഈ സയന്റിസ്റ്റുകൾ മോഡേൺ സയൻസ് എന്ന് പറയുന്ന കള്ളത്തരത്തിനൊക്കാത്തതുകൊണ്ടല്ലേ? മോഡേൺ സയൻസ് എന്ന് പറയുന്ന വിഡ്ഢിത്തത്തിനൊക്കാത്തതുകൊണ്ടല്ലേ? അതുകൊണ്ടല്ലേ ഒളിപ്പിച്ചു വെച്ചത്? മോഡേൺ സയൻസുമായി ബന്ധപ്പെടുന്നതിനെ മാത്രം ഇസ്ലാമാണെന്ന് പരിചയപ്പെടുത്തി കൊടുക്കുന്ന കാര്യത്തിൽ സലഫികളും മുന്നേറിയില്ലേ? അവരും ഇത്തരം കാര്യങ്ങൾ മറച്ചു വെച്ചുകൊണ്ടല്ലേ സംസാരിക്കാൻ തുടങ്ങിയത്? അതുകൊണ്ടല്ലേ പുതിയ തലമുറ വഴിതെറ്റിയത്? ദീനുൽ ഇസ്ലാമിനെ അംഗീകരിച്ച കുടുംബത്തിൽ പോലും നിരീശ്വരവാദികളും ഭൗതികവാദികളും മുൽഹിദീങ്ങളും വരാൻ കാരണം എന്താണ്? ബാപ്പയും ഉമ്മയും പക്ക സലഫി, മോനും മോളും പക്ക
നിരീശ്വരവാദി. എന്താ കാര്യം? രണ്ടുപേരും ഭൂമിയിലെത്തി. ഇഹ്ബിത്തു ഫിൽ അർദ്, ഇനി ഭൂമിയിലേക്ക് പോയിക്കൊള്ളുക. ലക്കും, നിങ്ങൾക്ക് വേണ്ടി, ഫിൽ അർദ്, ഭൂമിയിൽ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്, മത്താഉൻ, തിന്നാനും കുടിക്കാനുള്ള സൗകര്യം, ഇല മുസ്തഖറുൻ, താമസിക്കാനുള്ള സൗകര്യം, മത്താഉൻ, തിന്നാനും കുടിക്കാനുള്ള സൗകര്യം, ഇലാഹീൻ, ഒരു നിശ്ചിത സമയം വരെ. ബാക്കി പരിശീലനം ഭൂമിയിലാണ്. അടുത്ത ജോലി തുടങ്ങുന്നത് ഭൂമിയിലാണ്. കൊണ്ടത് ഭൂമിയിലെത്തിയ ആദം ഹവ്വ ദമ്പതിമാര് മക്കൾ പഠിപ്പിച്ചത് ഭൂമിയിൽ നിന്ന് കിട്ടിയ പുതിയ അറിവല്ല. ആകാശലോകത്ത് അള്ളാഹുമായിട്ടുള്ളൊരു കരാർ, അള്ളാഹുമായിട്ടുള്ളൊരു സംവാദത്തിൽ അള്ളാഹ്ക്ക് ഒരു ഉറപ്പ് കൊടുത്തിട്ടുണ്ട്. ആ ഉറപ്പനുസരിച്ച് ജീവിക്കുക എന്നാണ് ഭൂമിയിൽ മനുഷ്യന്റെ ദൗത്യം. അതാണ് അള്ളാഹുവിന്റെ ഉദ്ദേശം. ഭൂമിയിലേക്ക് മനുഷ്യനെ പാർപ്പിച്ചതിന്റെ ഉദ്ദേശം, അടിസ്ഥാന ഉദ്ദേശം അതാണ്. ആകാശലോകത്തിൽ വെച്ച് അള്ളാഹ്ക്ക് കൊടുത്ത ഉറപ്പ് അത് പ്രാവർത്തികമാക്കേണ്ടത് ഭൂമിയിലാണ്. എന്താണ് ആ ഉറപ്പ്? വഇദ് അഖദ റബ്ബുക മിൻ ബനി ആദമ മിൻ ദുഹൂരിഹിം ദുർരിയ്യതഹും ഫഅശ്ഹദഹും അലാ അൻഫുസിഹിം അലസ്തു ബിറബ്ബികും ഖാലൂ ബലാ ശഹിദിനാ. സുബ്ഹാനല്ലാഹ്. വഇദ് അഖദ റബ്ബുക, മുഹമ്മദ് നബി, നിങ്ങളെ റബ്ബ് ഒരു കരാർ വാങ്ങിയിട്ടുണ്ട്, മിൻ ബനി ആദമ, മനുഷ്യമക്കളിൽ നിന്ന്. അന്ന് ജാതിയില്ല, മതമില്ല, ആരാധനയില്ല, അനുഷ്ഠാനമില്ല, മനുഷ്യൻ മാത്രമേ അന്നുള്ളൂ. ആദർശമോ അനുഷ്ഠാനമോ ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല ആകാശലോകത്ത്. ആ സന്ദർഭത്തിൽ മനുഷ്യ മക്കളെ എല്ലാം കൂടി വിളിച്ചു കൂട്ടിയ ഒരു സമ്മേളനത്തിൽ ഒരു സംവാദം നടത്തിയ അല്ലാഹു തആല ആദമിനെ ഉടലോടെയും ബാക്കിയുള്ള അർവാഹുകളെയുമാണ് പങ്കെടുപ്പിച്ചത്. ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ, ജൂതൻ, മജൂസി വ്യത്യാസമില്ലാതെ ആദമു തൊട്ട് ഇന്നേ വരെ ജീവിച്ച് മരിച്ചുപോയവർ, ഇപ്പോൾ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഏതാണ്ട് 1100 കോടിയോളം വരുന്ന മനുഷ്യർ, ഇനി അങ്ങോട്ട് ലോകാവസാനം വരെ ജനിക്കാനിരിക്കുന്ന മനുഷ്യർ, ഇവിടുത്തെ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ജൂതന്മാരും നിരീശ്വരവാദികളും കമ്മ്യൂണിസ്റ്റുകളും സയനിസ്റ്റുകളും ഫാസിസ്റ്റുകളും എല്ലാവരും ആ സമ്മേളനത്തിൽ ഉണ്ടായിരുന്നു അന്ന്. അല്ലേ ഖുർആന്റെ ഭാഷ? ആരെങ്കിലും ഒഴിവാക്കിയോ അല്ലാഹു തആല? അമേരിക്ക ഭരിക്കുന്ന ട്രംപ് ആ സമ്മേളനത്തിൽ ഉണ്ടായിരുന്നു. ഇസ്രായേൽ ഭരിക്കുന്ന നെതന്യാഹു ആ സമ്മേളനത്തിൽ ഉണ്ടായിരുന്നു. റഷ്യ ഭരിക്കുന്ന പുട്ട സമ്മേളനത്തിൽ ഉണ്ടായിരുന്നു. ഇന്ത്യ ഭരിക്കുന്ന നരേന്ദ്രമോദി ആ സമ്മേളനത്തിൽ ഉണ്ടായിരുന്നു. നൂഹ് നബിയും ഇബ്രാഹിം നബിയും മൂസ നബിയും ഈസ നബിയും മുഹമ്മദ് നബിയും ആ സമ്മേളനത്തിൽ ഉണ്ടായിരുന്നു. അബൂബക്കറും ഉസ്മാനും ഉമറും ഉസ്മാനും അലിയും ആ സമ്മേളനത്തിൽ ഉണ്ടായിരുന്നു. അബൂജഹലും ഉത്ബത്തും ശൈബത്തും ആ സമ്മേളനത്തിൽ ഉണ്ടായിരുന്നു. ഈ അബ്ദുള്ളയും ഈ ഇരിക്കുന്ന നിങ്ങളും ഇന്ന് ലോകത്തുള്ള മുഴുവൻ മനുഷ്യരും അന്ന് ആ സമ്മേളനത്തിൽ ഉണ്ടായിരുന്നു. ജാതിയും അതും തിരിച്ചുകൊണ്ടുള്ള സമ്മേളനമായിരുന്നില്ല, അത് ഇൻസാനിയത്തിന്റെ സമ്മേളനമായിരുന്നു. അത് ആ സമ്മേളനത്തിൽ വെച്ചാണ് അല്ലാഹു തആല മനുഷ്യനുമായിട്ടൊരു കരാറിലെത്തിയത്. അതാണ് ഖുർആൻ. വഇദ് അഖദ റബ്ബുക, നിങ്ങളെ റബ്ബ് ഒരു കരാറിലെത്തിയിട്ടുണ്ടായിരുന്നു. മിൻ ബനി ആദം, ആദമിന്റെ സന്തതികളുമായിട്ട്. മിൻ ദുഹൂരിഹിം ദുർരിയ്യതഹും, ആദമിന്റെ മുതുകിൽ നിന്ന് മുത്തുമണികളെ പോലെ പുറത്തേക്ക് ചാടിച്ച ലോകാവസാനം വരെയുള്ള മനുഷ്യന്റെ അർവാഹികളെ വിളിച്ചുകൂട്ടി ഒരു സംവാദം അല്ലാഹു തആല നടത്തിയിരുന്നു. ആ സംവാദം നടത്തുക മാത്രമല്ല, ഫഅശ്ഹദഹും, അവരെ കൊണ്ട് അല്ലാഹു തആല ഷഹാദത്ത് പറയിപ്പിച്ചിരുന്നു. ഏതാ വിഷയം? അലസ്തു ബിറബ്ബികും, നിങ്ങളെ റബ്ബ് ഞാനല്ലേ. ഇതാണ് അന്നത്തെ പ്രമേയം. ആ സമ്മേളനത്തിന്റെ പ്രമേയം അലസ്തു ബിറബ്ബികും. അതുകൊണ്ടാണ് മനുഷ്യൻ എന്ന സൃഷ്ടിയുടെ ആദർശത്തിന്റെ ആരംഭം റബ്ബുനല്ലായത്, ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് പിന്നീട് വന്നതാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് നൂഹ് നബിയുടെ കാലത്ത് തുടങ്ങുന്നേ ഉള്ളൂ. ലാ ഇലാഹ ഇല്ലല്ലാഹ് അതുവരെ ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹ്, അല്ലാഹുവാണ് എൻ്റെ റബ്ബ്, അല്ലെങ്കിൽ എൻ്റെ റബ്ബ് അല്ലാഹുവാണ്, അല്ലെങ്കിൽ എൻ്റെ റബ്ബാണ് അല്ലാഹു. ഇതാണ് ആദർശത്തിന്റെ തുടക്കം. ഇസ്ലാമിക ആദർശത്തിന്റെ തുടക്കം അതാണ് കൂട്ടരെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ല, ലാ ഇലാഹ ഇല്ലല്ലാഹ് പിന്നീട് വന്നതാണ്. റബ്ബുനല്ലാഹ് എന്ന് പറയുന്നിടത്ത് നെഗേഷന്റെ ഫോം ഇല്ല, ലാ ഇല്ല, നിഷേധമില്ല. നിഷേധം പിന്നീട് വന്നതാ. എന്താ കാരണം? അതാണ് ചർച്ച ചെയ്യേണ്ടത്. ആദ്യത്തെ റബ്ബ് ലാ റബ്ബ ഇല്ലല്ലാഹ് ഇല്ല, അത് സൂഫികൾ പറയുന്ന കള്ളത്തരമാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ റബ്ബ ഇല്ലല്ലാഹ് എന്ന സൂഫി ജൂത ഏജൻസികളാണ് അർത്ഥം വെച്ചത്. ലാ റബ്ബ ഇല്ലല്ലാഹ് ഇല്ല, റബ്ബുനല്ലാഹ്. ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹ് സുമ്മ ഇസ്തഖാമു, അടിസ്ഥാന വിഷയം എൻ്റെ റബ്ബ് അല്ലാഹുവാണ്. എന്നല്ലാതെ അല്ലാതെ വേറെ റബ്ബ് എനിക്കില്ല എന്നുള്ള ചർച്ചയില്ല. അല്ലാഹുവാണ് എൻ്റെ റബ്ബ് എന്നാണ് ചർച്ച.
ആകാശലോകത്തിൽ വെച്ച് അല്ലാഹു തആല ചോദിച്ചത് മനുഷ്യനോട്, അലസ്തു ബി റബ്ബിക്കും, നിങ്ങളെ റബ്ബല്ലയോ ഞാൻ? ഖാലൂ, ലോകാവസാനം വരെയുള്ള മുഴുവൻ മനുഷ്യരും അന്ന് അല്ലാഹുവിന്റെ മുമ്പിൽ സമ്മതിച്ചതാണ്, ബലാ, നീയാണ് ഞങ്ങളെ റബ്ബ്, ഷഹീദിന, ആ ഭൂമിയിലെത്തിയാൽ ഞങ്ങളത് ജീവിച്ച് തെളിയിക്കാൻ തയ്യാറാണ്. ഇതാണ് ഒന്നാമത്തെ ഷഹാദ, അശ്ശഹാദത്തുർ റുബൂബിയ്യ. ഇതാണ് ഒന്നാമത്തെ ഷഹാദ. ഭൂമിയിലെത്തിയാൽ ഞങ്ങൾ നീയാണ് റബ്ബ് എന്നത് ജീവിച്ച് തെളിയിക്കാൻ തയ്യാറാണ്. ഞാൻ ഈ സദസ്സോട് ചോദിക്കട്ടെ, മാ മഅന റബ്ബ്, എന്താണ് ഈ റബ്ബ്? എനിക്കറിയാം, ഭൂരിപക്ഷത്തിനും ഉത്തരം പറയാൻ കഴിയില്ല എന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ ചോദിക്കുന്നില്ല, ഉത്തരം പറയുകയും ചെയ്യണ്ട. ഞാൻ പറയുന്നത് കേട്ടാൽ മതി. എനിക്ക് നല്ല ഉറപ്പുണ്ട് ഈ കൂട്ടത്തിൽ 90% റബ്ബിൻ്റെ കൃത്യമായ വ്യാഖ്യാനം പറഞ്ഞു തരാൻ കഴിയില്ല എന്ന്. ചിലപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ്യാഖ്യാനം പറഞ്ഞു തരുമായിരിക്കും. അതേ അടിസ്ഥാനത്തിൽ നിന്ന് നാം പിറകോട്ട് പോയി അത് നാം പഠന വിഷയമേ ആക്കിയില്ല. നമ്മുടെ കുട്ടികൾക്കും പെണ്ണുങ്ങൾക്കൊന്നും നാം അത് പഠിപ്പിക്കുന്നില്ല, നമ്മളും അത് പഠിച്ചില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിലേക്ക് അയച്ചത് ആകാശലോകത്ത് വെച്ച് നടത്തിയ ആ കരാർ നടപ്പിലാക്കാനാണ്. അന്ന് അല്ലാഹു കൊടുത്ത കരാർ അതാണ്. അലസ്തു ബി റബ്ബിക്കും ഖാലൂ ബലാ ഷഹീദിന, നിങ്ങളെ റബ്ബ് ഞാനല്ലേ എന്ന ചോദ്യത്തിന് ഉത്തരം ബലാ, അതെ, ഷഹീദിന, ഭൂമിയിലെത്തിയാൽ നീയാണ് റബ്ബ് എന്നത് ഞങ്ങൾ ജീവിച്ച് തെളിയിക്കാൻ തയ്യാറാണ്. ഹദ്റത്ത് ആദം അലൈഹിസ്സലാത്തു വസ്സലാമും ഹവ്വാവും തെളിയിച്ചു ഭൂമിയിൽ. അവർക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയേണ്ടി വന്നില്ല. ആദമിന് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയേണ്ടി വന്നില്ല, ഹവ്വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയേണ്ടി വന്നില്ല. ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ 1-2 പേരക്കുട്ടികൾക്കും ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയേണ്ടി വന്നില്ല. എന്താ കാര്യം? ആകാശലോകത്ത് വെച്ച് അല്ലാഹുവാണ് റബ്ബ്, അത് ജീവിച്ച് തെളിയിക്കുമെന്ന് പറഞ്ഞ് ഭൂമിയിലേക്ക് വന്നവർ ആ റബ്ബാണ് അല്ലാഹു എന്ന ജീവിതത്തിലാണുള്ളത്. അതുകൊണ്ട് അല്ലാഹ് എല്ലാത്തൊന്നിനെ പറ്റി ചർച്ച ചെയ്യേണ്ട വന്നിട്ടില്ല അവർക്ക്. അതുകൊണ്ട് ലാ ഇലാഹ ഇലാഹില്ല എന്ന് പറയേണ്ട ഗതികേട് അവർക്ക് വന്നിട്ടില്ല. റബ്ബുനല്ലാഹ് അവിടെ ഉറച്ചു നിന്നു അവർ. ആകാശലോകത്ത് വെച്ച് കിട്ടിയ ആ അല്ലാഹുവാണ് റബ്ബ് എന്ന ആ കാര്യത്തിൽ ഉറച്ചു നിന്നു അവർ. ആദം അലൈഹിസ്സലാത്തു വസ്സലാം മരിച്ചു. 4ാമത്തെ തലമുറയിൽ അഥവാ ആദമിന്റെ പേരക്കുട്ടികളിൽ ആകാശലോകത്ത് വെച്ച് അല്ലാഹു കൊടുത്ത കരാർ, ആദം എന്താണോ പഠിപ്പിച്ചത് പാപ്പ, അതനുസരിച്ച് പഠിപ്പിക്കാൻ അല്ലാഹു തആല ശീസ് അലൈഹിസ്സലാത്തു വസ്സലാമിനെ ഗുരുവായിട്ട് അയച്ചു. ശീസ് അലൈഹിസ്സലാത്തു വസ്സലാം റസൂലല്ല, നബി മാത്രമാണ്. എന്തുകൊണ്ട്? ലാ പറയേണ്ടി വന്നിട്ടില്ല, അതുകൊണ്ട്. ഇല്ലാന്ന് പറയേണ്ടി വന്നിട്ടില്ല, അതുകൊണ്ട്. എന്തില്ല എന്ന് അറിയാം, സമയം കിട്ടിയെങ്കിൽ എല്ലാം കൂടി കാക്കി കുറിച്ച് 10 മിനിറ്റ് കൊണ്ട് തീർക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, നോക്കാം. ഈസ അലൈഹിസ്സലാത്തു വസ്സലാം മരിച്ചു. 6-7 തലമുറകൾക്ക് ഗുരുത്വം പഠിപ്പിക്കാൻ വേണ്ടി അല്ലാഹു തആല ഇദ്രീസിനെ നബിയാക്കി. ഇദ്രീസ് റസൂലായില്ല. എന്തുകൊണ്ട്? ലാ പറയേണ്ടി വന്നിട്ടില്ല ഇദ്രീസിന്. ആ തലമുറ അല്ലാഹുവാണ് റബ്ബ് എന്നതിൽ ഉറച്ചു നിന്നു. അല്ലാഹുവിനോടൊപ്പം, അല്ലാഹുവിനോട് കൂടെ ഒന്നിനെയും അവർക്ക് പരിചയമില്ല. ഒരു വലിയനെ അവർക്ക് പരിചയമില്ല, ഒരു ശൈഖിനെ അവർക്ക് പരിചയമില്ല, ഒരു മലക്കിനെയോ ജിന്നിനെയോ അവർക്ക് പരിചയമില്ല. അതുകൊണ്ട് തന്നെ ശീസ് നബിക്ക് റസൂലാകേണ്ടി വന്നില്ല. നബി തർബിയത്തിന് വേണ്ടിയുള്ളതാണ്. അന്നുബുവ്വത്തു ലിതർബിയ വരിസാലത്തു ലിദ്ദഅവ. ഇദ്രീസ് അലൈഹിസ്സലാത്തു വസ്സലാം മരിച്ചു. 8, 9, 10 തലമുറകൾക്ക് തർബിയത്ത് കൊടുക്കാൻ അല്ലാഹു തആല ഏർപ്പാടാക്കിയത് ഇദ്രീസ് നബിന്റെ ഗുരുകുലത്തിൽ നിന്ന് കിതാബ് ഓതി പഠിച്ച ഉസ്താദുമാരെയാണ്. ആരാണ് ആ ഉസ്താദ്? സൂറത്തു നൂഹിൽ ആ ഉസ്താദുമാരെ പേര് പറഞ്ഞു തന്നിട്ടുണ്ട്. വദ്, സുവാ, യഊഖ്, യഊസ്, നസ്ർ. ആ 5 പേരുകൾക്ക് ഇബ്നു അബ്ബാസിന്റെ തഫ്സീർ എന്താണെന്നറിയുമോ? ഹൗലായി അസ്മാഉ റിജാലിൻ സാലിഹീന മിൻ ഖൗമി നൂഹ് എന്നാണ്. 9, 10, 11 തലമുറകൾ ഉസ്താദുമാരിൽ നിന്നാണ് റുബൂബിയത്ത് ജീവിതത്തിൽ പകർത്തിയത്. റബ്ബുനല്ലാ, ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എന്റെ റബ്ബ് അല്ലാഹുവാണ്. അടുക്കളയിൽ ഉപ്പ് തീർന്നാൽ അവർക്ക് പറയാനുള്ളത് റബ്ബിനോടാണ്. കാലിലെ ചെരുപ്പിന്റെ വള്ളി പൊട്ടിയാൽ അവർക്ക് പറയാനുള്ളത് റബ്ബിനോടാണ്. എല്ലാ കാര്യങ്ങളും ചെറിയ കുഞ്ഞു മക്കളെ വിളിച്ചിരുത്തിയിട്ട് പരിചയപ്പെടുത്തി കൊടുക്കുന്നത്, മക്കളെ ആവശ്യങ്ങൾ അല്ലാഹുവിനോട് പറയുക, അവൻ നമ്മുടെ റബ്ബാണ്. ഇബ്നു അബ്ബാസ്, അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു കുഞ്ഞുമോൻ, ആ മോനെ മടിയിലിരുത്തിയിട്ട് അഷ്റഫുൽ ഖൽഖ് വഅദ് പറഞ്ഞു കൊടുക്കും. നമ്മൾ പറയും കൊച്ചല്ലേ ഉസ്താദെ, താടി മീശയും മുളച്ചിട്ടാവൻ തൗഹീദ് പഠിപ്പിക്കാമെന്ന്. അപ്പോഴേക്കും അവനൊരു വൈക്കാവും.
25 വയസ്സുള്ള പ്രായമുള്ള പെൺകുട്ടിയെ പാവാടി കൊടുത്തിട്ട് കോളേജിലേക്ക് അയക്കും. ആരെങ്കിലും ബാല്യക്കാരത്തി പെണ്ണല്ലേ നിങ്ങൾ ഇങ്ങനെ അയക്കല് ശരിയാണോ? കൊച്ചല്ലേ 25 വയസ്സല്ലേ ആയിട്ടുള്ളൂ, കിളവിയായി. 25 വയസ്സ് എന്ന് പറഞ്ഞാൽ നൂറ്റാണ്ട് ജീവിച്ചു, മുമ്മയാണ്ട് പ്രായമായി. എന്നിട്ടും കൊച്ചല്ലേ ബാപ്പാന്റെ വക. കൊച്ചാണോ അച്ചിയാണോ ചിലപ്പോൾ തെളിയിച്ചെന്ന് വരും. അന്നേരം തൂങ്ങിച്ചെത്തിട്ട് കാര്യമില്ല. നാടൻ ഭാഷയിൽ പറഞ്ഞത് മനസ്സിലാകുന്നവർക്ക് മനസ്സിലാവും. ഇബ്നു അബ്ബാസ്, അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ്, ചെറിയ കുട്ടി മടിയിലിരുത്തി തശവ്വുകൾക്ക് ഉമ്മ കൊടുക്കും. എന്നിട്ട് മോനോട് പറയും, മോനെ യാ ഗുലാം. ഗുലാം എന്ന ചെറിയ കുട്ടിക്കാണ് വിളിക്കുക. യാ ഗുലാം ഉപദേശിക്കാണ് ഉപ്പുപ്പ. അഷ്റഫുൽ ഖൽഖ് കുഞ്ഞു മോനോട് ഉപദേശിക്കാണ് മടിയിലിരുത്തിയിട്ട്. യാ ഗുലാം, പൊന്നുമോനെ, കുഞ്ഞുമോനെ, ഇഹ്ഫദില്ലാഹ്, നീ അള്ളാഹുവിനെ പരിഗണിച്ച് ജീവിക്കണം. യഹ്ഫദുക്കല്ലാഹ്, നിന്നെ അള്ളയും പരിഗണിച്ചോളും മോനെ. ആരോടാ പറയുന്നത്? നമ്മളിത് പറഞ്ഞ ഉമ്മയും ബാപ്പയും പറയും. ചെറിയ കൊച്ചിനോട് പറയേണ്ട വിഷയമാണോ ഇത്? അവർക്കൊക്കെ എന്തെങ്കിലും പന്ത് വാങ്ങി കൊടുത്തിട്ട് കളിപ്പിക്കേണ്ട സമയമല്ലേ നമ്മൾ പറയും. അല്ല, കുട്ടിപ്രായത്തിൽ നാവ് കൊണ്ട് കൊഞ്ചം വർത്താനം പറയുമ്പോൾ തന്നെ അള്ളാഹു റുബൂബിയത്ത് പഠിപ്പിക്കണം മക്കളെ. ആദ്യത്തിൽ അതാണ്. മൻ ഖാല അവ്വലു ഖൗലിഹി ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖൽ ജന്ന വമൻ കാന ആഖിറു ഖൗലിഹി ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖൽ ജന്ന. ഒരുത്തൻ്റെ ആദ്യത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹി, അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹി, സ്വർഗത്തിലാണ് എന്ന് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു. രണ്ടാമത്തെ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഹിഫളില്ലാ തജിദുഹു തുജാഹക്, മോനെ നീ അള്ളാഹുവിനെ പരിഗണിച്ച് ജീവിക്കണം. നീ ഏത് സമയത്ത് അള്ളാഹിനെ വിളിച്ചാലും നിന്റെ മുമ്പിൽ അള്ളാഹ് എത്തും. എന്തൊരു പരിചയപ്പെടുത്തി കൊടുക്കലാണിത്. സുബ്ഹാനല്ലാഹ്. മക്കളെ വിളിച്ചിട്ട് അങ്ങനെ പറഞ്ഞു കൊടുക്കണം. സാധാരണ പറയാറുണ്ട്, ബാപ്പ രാവിലെ കടയിലേക്ക് പോകുമ്പോൾ ചെറിയ കുഞ്ഞു മോനെ പേരക്കുട്ടി പറയും, ഉപ്പുപ്പ എന്തെങ്കിലും വാങ്ങണം കേട്ടോ, കളിക്കുന്ന സാധനം എന്തെങ്കിലും വേണം, കളിക്കോപ്പ് എന്തെങ്കിലും വാങ്ങണം കേട്ടോ, അല്ലെങ്കിൽ പന്ത് വാങ്ങണം കേട്ടോ, അല്ലെങ്കിൽ കൂളായിട്ട് പറയണം, മോനെ ഉപ്പുപ്പ ഇടുന്ന് വാങ്ങാനാ മോനെ, നീ അള്ളാഹിനോട് പറ, അള്ളാഹിൻ്റെ അല്ലേ പന്തും ബോളും. ഉപ്പുപ്പ വെറും ഒരു സപ്ലൈക്കാരൻ മാത്രമല്ലേ, അള്ളാഹുവിൻ്റെ ഉടമസ്ഥതയല്ലേ. ഇത് ആയത്ത് ഓതി കൊടുക്കണം. ബിയദിഹി മലകൂതു കുല്ലി ശൈഇൻ വഇലൈഹി തുർജഊൻ. അള്ളാഹ് പറഞ്ഞല്ലേ മക്കളെ, മുഴുവൻ വസ്തുക്കളുടെയും ഉടമസ്ഥൻ അള്ളാഹു ആണെന്ന്. എങ്കിൽ ഈ പന്തിൻ്റെയും ഈ കളിസാബാൻ എല്ലാം അല്ലല്ലേ മോനെ, അള്ളാഹോട് പറ. ഈ രീതിയിൽ പറഞ്ഞു കൊടുക്കണം മക്കൾ. വൈകുന്നേരം വന്നിട്ട് മോനെ എന്തായി കിട്ടിയോ, ഞാൻ എൻ്റെ അള്ളാഹിനോട് പറഞ്ഞിട്ടുണ്ട് എന്ന് ആ കുട്ടിൻ്റെ നാവിൽ നിന്ന് വരണം. അതാണ് കുടുംബം. അതാണ് കൂട്ടരെ കുടുംബം. ഓരോരുത്തരും നെഞ്ചത്ത് കൈവച്ചിട്ട് ചോദിക്കും, നിങ്ങളൊക്കെ എങ്ങനെയാണ്. ഞാൻ സ്കാനിങ് മെഷീൻ കൊണ്ടുവരേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. ഓരോരുത്തർ ചോദിച്ചാൽ മതി, സ്വന്തം നെഞ്ചത്ത് കൈവച്ചിട്ട് എങ്ങനെയാണ് വീട്ടിൻ്റെ ഉള്ളിൽ അടുക്കളയിൽ. അടുക്കളയിൽ ഉച്ചക്ക് കഞ്ഞി വെക്കുന്ന സന്ദർഭത്തിൽ കറിയിലിടാൻ ഉപ്പ് പാത്രം നോക്കിയപ്പോൾ ഉപ്പില്ല. ഭർത്താവിനെ വിളിച്ചിട്ട് പറഞ്ഞു, വരുമ്പോ ഒരു പാക്കറ്റ് ഉപ്പ് വാങ്ങണം കേട്ടോ. അപ്പം ഭർത്താവ് പറഞ്ഞു കൊടുക്കണം, എടീ ഉപ്പിന്റെ മാലിക്ക് ഞാനല്ലല്ലോ, അള്ളാഹു അല്ലേ, നിനക്ക് അള്ളാഹിനോട് പറയാമായിരുന്നില്ലേ, എന്നിട്ട് എന്നെ ഏൽപ്പിക്കാമായിരുന്നില്ലേ. അത് ശരിയാണ്. പിറ്റേന്ന് മുതൽ ആ ഭാര്യക്ക് ഓർമ്മ വരേണ്ടത് റബ്ബിനെയാണ്, ഭർത്താവിനെ അല്ല. എന്നിട്ട് ഭർത്താവിനെ വിളിച്ച് പറഞ്ഞാൽ മതി, ഉപ്പ് തീർന്നു കേട്ടോ എന്ന് മാത്രം. കൊണ്ടുവരണമെന്നും കൊണ്ടുവരണ്ടെന്നും രണ്ടും പറയണ്ട. മാലിക് അള്ളാഹുവിനെ അറിയിച്ചിട്ടുണ്ട്. അതാണ് കുടുംബം. എല്ലാവർക്കും ഇപ്പം ചാരിറ്റിയാ. നാട് നന്നാക്കളെ ഇപ്പം എല്ലാവർക്കും ജോലി. അടുക്കള പുഴുത്തിട്ടുണ്ടാവും ശിർക്ക് കൊണ്ടും കുഫർ കൊണ്ടും ബിദ്അത്ത് കൊണ്ടും. അടുക്കളയിൽ ഭാര്യയും മക്കളും ഒക്കെ ജൂതന്റെ വസ്ത്രം, ജൂതന്റെ കല്യാണം, ജൂതന്റെ ഏർപ്പാട്, എല്ലാം ജൂതന്റെ. എന്നിട്ട് ജൂതനെ ബഹിഷ്കരിക്കാനുള്ള കൽപ്പന. എന്താ ബഹിഷ്കരിക്കേണ്ടത്? പിള്ളേർക്ക് കെട്ടിക്കൊടുക്കുന്ന കോണോൻ, അതേപോലെ തന്നെ വസ്ത്രം അലക്കുന്ന സോപ്പ്, അതേപോലെ തന്നെ കക്കൂസ് കഴിയുന്ന ലോഷൻ, ഇതൊക്കെ ബഹിഷ്കരിക്കാൻ. അതേപോലെ തന്നെ ഓൻ്റെ സുന്നത്തോ അതെല്ലാം നടക്കണം. അടുക്കള ജൂതൻ്റേത്, അങ്ങാടി ജൂതൻ്റേത്, കല്യാണം ജൂതൻ്റേത്, ആമക്കൾ വളരുന്നത് ജൂതം പഠിപ്പിച്ചതുപോലെ, പെമ്മക്കൾ വളരുന്നത് ജൂതം പഠിപ്പിച്ചതുപോലെ, ആണും പെണ്ണും ധരിക്കുന്ന വസ്ത്രം ജൂതൻ്റേത്, മുഖം നോക്കിയ ജൂതൻ്റേത്, അടുക്കള വീട്ടിൻ്റെ നിർമ്മാണം നോക്കിയ ജൂതൻ്റേത്, കല്യാണത്തിൻ്റെ ഭക്ഷണം നോക്കിയ ജൂതൻ്റേത്, ഭക്ഷണം കഴിക്കുന്ന ശീലം നോക്കിയ ജൂതൻ്റേത് അല്ലേ? വീട്ടിന്റെ ഉള്ളകത്ത് ഇസ്ലാമിസ്റ്റുകളെ വീട്ടിന്റെ ഉള്ളകത്ത് 100% ജൂതായിസം നടപ്പിലാക്കി ജൂതന്റെ ഭൗതികോൽപാദനം ഒഴിവാക്കണമെന്ന അത് വളർന്നു വരുന്ന ചെറുപ്പക്കാരന്റെ തലമണ്ടക്കകത്ത് വൈകാരിക രാഷ്ട്രീയ സ്പിരിറ്റ് ഉണ്ടാക്കി അവനെ വിപ്ലവകാരിയാക്കാൻ ജൂതന്റെ സകല സുന്നത്തും വീട്ടിന്റെ ഉള്ളിൽ എത്തിച്ചത് മുസ്ലിം അല്ലേ? ഈ മുസ്ലിം സംഘടനകളല്ലേ? അല്ലേ?
ബാങ്കിൽ നിന്ന് 10 ലക്ഷം കടമെടുത്ത് 10 ഐറ്റംസ് ഭക്ഷണം ഉണ്ടാക്കി 25 ലക്ഷം വാടക കൊടുത്ത ഹാളില് ആണും പെണ്ണും ഒരുപോലെ കൂത്താടി, എന്നിട്ട് ഭക്ഷണം ഉണ്ടാക്കി, ജൂതന്റെ രീതിയിൽ ഭക്ഷണം. അങ്ങനെ അവസാനം വരുമ്പോൾ കഴുത്തിന് കോണോനും കെട്ടിയിട്ട് മൗലവി വന്നിട്ട് അൽഹംദുലില്ലാ പറഞ്ഞ് ഖുത്ബയും നിർവഹിച്ച് നിക്കാഹ് ചെയ്ത്, ഷിയാക്കളാണെങ്കിൽ അൽഫാത്തിയും വിളിച്ച് പോയില്ലേ. ജൂതൻ ജയിച്ചു, ഇസ്ലാം തോറ്റു. ആര് തോൽപ്പിച്ചു? നാം തോൽപ്പിച്ചു. ധൈര്യമുണ്ടോ താല്പര്യം നടപ്പിലാക്കാൻ? ഈ വിഷയത്തിൽ അഷ്റഫുൽ ഹക്കിന്റെ സുന്നത്ത് നടപ്പിലാക്കാൻ ധൈര്യമുണ്ടോ? രാഷ്ട്രീയ രംഗത്ത് പുതിയ തലമുറയുടെ തലമണ്ടക്കകത്തൊരു തരം ഭ്രാന്ത് ഉണ്ടാക്കി, രാഷ്ട്രീയത്തിൽ 10 വോട്ടിന് വേണ്ടി ചെറുപ്പക്കാരെ ജൂതനെതിരാക്കി, ജൂതന്റെ ഭൗതികതക്കെതിരായി ജൂതന്റെ സുന്നത്ത് മുഴുവനും വീട്ടിന്റെ ഉള്ളിലും നടപ്പിലാക്കി. ആരാണ് ഉത്തരവാദി? മുസ്ലിം ഉമ്മ. കമ്മ്യൂണിസ്റ്റുകളും സയനിസ്റ്റുകളുമാണോ ഉത്തരവാദി? ഫാസിസ്റ്റുകളാണോ ഉത്തരവാദി? നിങ്ങൾ ഓരോരുത്തരും ഈ പൈച്ചാറ് അല്ലെങ്കിൽ സുള്ളിയത്തെ ഓരോ മുസ്ലിമും അവനവന്റെ ദൈനംദിന ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന കല്യാണവും മറ്റുമായി ബന്ധപ്പെട്ട ജൂതന്റെ ഇടപെടൽ എത്രമാത്രം വിജയിച്ചു. അതിൽ മുമ്പിലത്തെ സഫയിൽ ഖത്തീബ് ചോറിക്കാൻ ശ്രീധനം വാങ്ങി ആ ഭക്ഷണം കൊണ്ടുപോയി ലാബിൽ പരിശോധിച്ചാൽ ആ പെണ്ണിന്റെ ബാപ്പാന്റെ രക്തഗ്രൂപ്പ് മനസ്സിലാവും. ആ പെണ്ണിന്റെ അടുത്തുനിന്ന് ശ്രീധനം വാങ്ങിയിട്ടുണ്ടാക്കിയ ബിരിയാണി, അല്ലെങ്കിൽ ആ പെണ്ണിന്റെ ബാപ്പ ഉണ്ടാക്കിയ ബിരിയാണി ഒരു ഉളുപ്പുമില്ലാണ്ട് ഖത്തീബും മുദരിസും പള്ളി കമ്മിറ്റി സെക്രട്ടറിയും പ്രസിഡന്റും തിന്നുക. അതിലൊരു പിടി ബിരിയാണി തൊട്ടടുത്തുള്ള ലാബിൽ കൊണ്ടുപോയി പരിശോധിച്ച് നോക്കി ആ പെണ്ണിന്റെ ഉപ്പാന്റെ രക്തഗ്രൂപ്പ് ഏതാന്ന് മനസ്സിലാകും. അത്ര അപകടം പിടിച്ച ബിരിയാണിയാണ്. മുമ്പിലത്തെ സഫിൽ പള്ളിയിലെ മൗലാര് അല്ലെങ്കിൽ മസ്ജിദിലെ മൗലവി സംഘടനന്റെ പ്രസിഡന്റും സെക്രട്ടറിയും ആദ്യം ബിരിയാണി വിസ്മി കൂട്ടുന്നത് അല്ലേ? ജൂതന്റെ ബിരിയാണി പറ്റൂല എന്ന് പറയാൻ പാടില്ലേ? സാധിക്കുമായിരുന്നില്ലേ? എന്റെ അഷ്റഫുൽ ഹക്കിന്റെ മകൾ ഫാത്തിമാന്റെ കല്യാണം അങ്ങനെയല്ല നടന്നത്. എന്റെ അഷ്റഫുൽ ഹക്കിന്റെ മകൾ ഫാത്തിമാന്റെ 2 മക്കൾ ഹസൻ ഹുസൈൻ ഒരു നേരം ഭക്ഷണം കഴിച്ചാൽ 3 ദിവസം പട്ടിണി. എന്റെ മക്കളെയും കൂട്ടിയിട്ട് ഞാൻ ഊരി ചുറ്റി ഗ്രൂപ്പിന്റെ റിസോർട്ട് സെന്ററിൽ പോയിട്ട് സുഖിപ്പിക്കുന്ന സന്ദർഭത്തിൽ ഓർമ്മ വരേണ്ടത് അവിടെയാ. അവിടെ വേണം ഓർമ്മ വരാൻ. ഫലസ്തീനിൽ മരിച്ചൊടുങ്ങിയ മക്കളെ അവിടെ വേണം ഓർമ്മ വരാൻ. സ്വന്തം മക്കളോട് മക്കളെ ഈ കല്യാണത്തിന് പോണ്ട, ഫലസ്തീനിലെ മക്കൾ രക്തം കുടിക്കുകയാണ് എന്ന് പറയണം ഭാര്യ മക്കളോട്. സ്റ്റേജ് കിട്ടി കൊരക്കാൻ ഏനെ കൊണ്ടും സാധിക്കും. സ്റ്റേജ് കെട്ടിയിട്ട് അനുഭവത്തിലാണ് ജൂതനെതിരാവേണ്ടത്, അടുക്കളയാണ് ജൂതനെതിരാവേണ്ടത്, സംസ്കാരത്തിലാണ് ജൂതനെതിരാവേണ്ടത്, കല്യാണത്തിലാണ് ജൂതനെതിരാവേണ്ടത്, കുട്ടികളെ വളർത്തുന്നതിലാണ് ജൂതനെതിരാവേണ്ടത്, വിദ്യാഭ്യാസ സമ്പ്രദായത്തിലാണ് ജൂതനെതിരാവേണ്ടത് അല്ലേ? ഇതെല്ലാം നമ്മൾ കൊഴിപ്പിച്ചു കൊടുത്തില്ല. കോടികൾ കൈക്കൂലി കൊടുത്തിട്ട് അല്ലെങ്കിൽ പൈസ കൊടുത്തിട്ട് ജൂതന്റെ സകല പരിപാടിയും വിജയിപ്പിച്ചു കൊടുക്കുന്ന നമ്മളല്ലേ? ഇവിടുത്തെ ക്രിസ്ത്യാനിയാണോ? ഇവിടുത്തെ ഹിന്ദു ആണോ? ആണോ? മൈക്ക് കെട്ടിയിട്ട് ചെറുപ്പക്കാരെയും കൂട്ടിയിട്ട് ആണും പെണ്ണും ഒരുപോലെ നിക്കറ് കൂട്ടിയിട്ട് റോട്ടിലൂടെ കുരക്കുക. ഓ അൽ ജിഹാദ് അൽ ജിഹാദ് അൽ ജിഹാദ് സിന്ദാബാദ്. ഇതിന്റെ ജിഹാദും സിന്ദാബാദ്. أقول قولي هذا والله أعلم وأستغفر الله العظيم لي ولكم وأستغفره عني وعنكم وعن جميع المسلمين والمؤمنين أجمعين واستغفروه إنه هو الغفور الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين محمد وآله وصحبه أجمعين. عباد الله اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. അഷ്റഫുൽ ഖൽഖ് പറഞ്ഞു, ആദമിന്റെ മക്കൾ 10 തലമുറ കുല്ലുഹും ഫി തൗഹീദ്. 10 തലമുറ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയേണ്ടി വന്നില്ല. റബ്ബുന വൈഹുന്നു ഖാലു റബ്ബുന അല്ലാഹ് സുമ്മ ഇസ്തഖാമു. 10 തലമുറ. 11ാമത്തെ തലമുറയിലാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് വന്നത്. വല്ലപ്പോഴും ഇതേപോലെ അവസരം കിട്ടിയാൽ ചർച്ച ചെയ്യാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഉലമാക്കളോട് ചോദിച്ചിട്ടും മറ്റും പഠിക്കുകയും മനസ്സിലാക്കി ഖുതുബയിൽ നീട്ടുന്നു പറയാൻ സാധിക്കില്ല. വളരെ പരിമിതമായ സമയവുമായിട്ട് വന്നവരുണ്ടാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ രോഗികൾക്ക് ശിഫാക്കി കൊടുക്കട്ടെ. മാരകമായ രോഗവുമായി ബുദ്ധിമുട്ടുന്നവർ അല്ലാഹുവിന്റെ ഖുദ്റത്തുകൊണ്ട് ശിഫാക്കി കൊടുക്കട്ടെ. നമുക്കത്തരം രോഗങ്ങളൊന്നും വരാതെ അല്ലാഹു കാക്കുകയും ചെയ്യട്ടെ. നമ്മിൽ നിന്ന് മരിച്ചുപോയവരോട് അല്ലാഹു വലിയ കരുണ കാണിക്കട്ടെ. നമ്മൾ മരിച്ച അല്ലാഹുവിനെ കണ്ടുമുട്ടുമ്പോൾ അല്ലാഹുക്ക് ഇഷ്ടപ്പെട്ട ആ ചെറിയ ന്യൂനപക്ഷത്തോടൊപ്പം ചെന്ന് ചേരാൻ എന്താണോ വേണ്ടത്, മരിക്കുന്നതിന് മുമ്പ് അത് പൂർത്തിയാക്കാനുള്ള സൗഭാഗ്യം അല്ലാഹു തന്നെ അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. അലാ വസല്ലു വസല്ലിമു അലൻ നബിയിൽ മുസ്തഫ വർ റസൂലിൽ മുർത്തദ.
إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما اللهم صل وسلم على رسولك سيدنا محمد وعلى آله وصحبه وأتباعه ومن تبعهم بإحسان إلى يوم الدين اللهم ارض عن خلفائه الراشدين المهديين أبي بكر وعمر وعثمان وعلي رضي الله عنه وعن سائر الصحابة والقرابة كلهم أجمعين وارض عنا معهم برحمتك يا أرحم الراحمين اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات اللهم إنك مجيب الدعوات وقاضي الحاجات طيب ثرانا وثراهم وجعل الجنة مأوانا ومأواهم اللهم اصلحنا وأصلح أئمتنا وأمتنا وولاتنا وولاة أمورنا واجعل أمورنا بأيدي خيارنا حتى يقودنا إلى الخير من هو خير منا اللهم انصر جيوش المسلمين وفك أسر المأسورين وقضي الدين عن المدينين اللهم اكتب الستر والسلامة علينا وعلى والدينا وأولادنا وأزواجنا وعلى جميع الحجاج والعمار والزوار والغزاة والمسافرين والمجاهدين في سبيلك صاددين والدين في بيتك وبحرك وجوك أجمعين يا رب العالمين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وصلى الله على خير خلقه محمد وآله وصحبه أجمعين والحمد